നമസ്കാരം എല്ലാവർക്കും. ക്യാപ്ഷനിൽ കണ്ട പോലെ ഒരു വേൾഡ് ട്രിപ്പിൻ്റെ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഒരുപാട് കാര്യങ്ങൾ പറയാണ്, നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. ഇപ്പോൾ എൻ്റെ പുറകിലുള്ള ഈ വണ്ടി ഉണ്ടോ, ഈ വണ്ടിയുടെ നമ്പറാണ് നമ്മൾ ഫസ്റ്റ് നോക്കേണ്ടത്. KL54C0005 0005 എന്നുള്ള എൻ്റെ ഹോണ്ട ഗോൾഡ് വിങ്ങിൻ്റെ നമ്പറാണ്. ആ സെയിം നമ്പറാണ് ഈ വണ്ടിക്കുള്ളത്. ഞാനിപ്പോൾ ഉള്ളത് കേരളത്തിലല്ല കേട്ടോ, ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ സ്വന്തം UAE-ലാണ്. അതെ ദിലീപ്, എന്താണ് പറയാനുള്ളത്? എങ്ങനെ വന്നു പരിപാടിയൊക്കെ? എങ്ങനെ വന്നു? നന്നായി പോണു. നമ്മളൊക്കെ ചെറുപ്പം തൊട്ട് വണ്ടി പ്രാന്തന്മാരാണ്. ഓക്കെ. അപ്പോൾ കുട്ടികൾ ചെറുപ്പം തൊട്ട് കണ്ടു വളർന്ന വണ്ടിയാണ് ഈ വണ്ടി. 10 വർഷങ്ങൾ ഉപയോഗിക്കുന്നത്? 13 കൊല്ലമായി. 13 കൊല്ലം മുമ്പ് നിങ്ങൾ ഇറക്കിയ വണ്ടി? 13 കൊല്ലം മുമ്പ് നമ്മുടെ കേരളത്തിൽ റേഞ്ച് റോവർ ഉപയോഗിക്കുന്നുണ്ട്. അന്ന് ഇന്നത്തെ പോലെയല്ല. നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ഒരു എല്ലാവർക്കും നമ്മുടെ വണ്ടിയുടെ പിന്നാലെ ബൈക്ക് വരിക, മറ്റേ കാർ വരിക, ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക. അന്ന് റേഞ്ച് റോവർ 13 വർഷം മുന്നേ റേഞ്ച് റോവർ വലിയൊരു സംഭവമായിരുന്നു. അല്ല, ഇപ്പൊ അതേ ഫീൽ 13 കൊല്ലം കഴിഞ്ഞിട്ട് ദുബായ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? സെയിം കിട്ടുന്നുണ്ട്. കാരണം അത് പഴയ വണ്ടിയല്ലേ. പഴയ വണ്ടി കേരള നമ്പർ പ്ലേറ്റിൽ ഓടുമ്പോൾ എല്ലാവർക്കും വലിയ സന്തോഷം. പ്രത്യേകിച്ച് നമ്മൾ ഷേഖ് സാറോഡിലൊക്കെ ഓടുമ്പോൾ നമ്മുടെ മലയാളികൾക്കൊക്കെ വലിയ സന്തോഷം കാണുമ്പോൾ. തംസപ്പും കൈകൊന്തി കാണിക്കലും ഒക്കെ ഭയങ്കര അത് സത്യം കേട്ടോ, ഞാനും അനുഭവിച്ചതാണ്. കാരണം നമ്മളിവിടെ സെയിം പ്ലേറ്റ് വണ്ടി ഉപയോഗിച്ച ആളാണ്. ദിലീപായി, സിമ്പിളായിട്ട് എന്താണ് നിങ്ങളുടെ മോട്ടിവേഷൻ ഈ വണ്ടി ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി? നാട്ടിലുള്ള വണ്ടി ദുബായിൽ ഓടിക്കണമെന്ന് തോന്നാനുള്ള കാരണം എന്താ? കാരണം എൻ്റെ അറിവിൽ നിങ്ങളുടെ ഒരുപാട് സൂപ്പർ കാർസിൻ്റെ കളക്ഷൻസ് ഒക്കെ ഉണ്ടല്ലോ. ഉണ്ട്. കാരണം അതും കൂടി നിങ്ങൾ മനസ്സിലാക്കണം. പുള്ളിയുടെ അടുത്ത് ഫെരാരി, ലംബോർഗിനി പോലത്തെ ഒരുപാട് വണ്ടികളുടെ കളക്ഷൻസ് ഉണ്ട്, ലക്ഷറി കാർസ്. അതെല്ലാം UAE പ്ലേറ്റ് ആണ്. പക്ഷെ അതിൻ്റെ ഇടയിൽ നിങ്ങളൊരു കേരള പ്ലേറ്റിൻ്റെ എന്തായിരുന്നു ആവശ്യം? നമുക്കിതിപ്പോൾ ഈ വണ്ടി ഓടിക്കുമ്പോൾ ചെറുപ്പം തൊട്ടേ നമ്മൾ കുട്ടികളൊക്കെ ആയിട്ട് ഇങ്ങനെ കറങ്ങുന്ന വണ്ടിയാണ്. അപ്പോൾ നമ്മൾ കേരളത്തിൽ ഓടിക്കുന്ന ഒരു ഫീലാണ് ഈ വണ്ടിയോട് ഓടിക്കുമ്പോൾ. കാരണം 13 കൊല്ലം കേരളത്തിൽ ഓടിച്ച വണ്ടി നമ്മൾ ദുബായിൽ ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുകയല്ലോ ഓടുത്തു. അത് നമ്മുടെ കേരളവും ദുബായിയായിട്ടൊരു കണക്ഷനാണ്. ഇതിപ്പോൾ ഇപ്പോഴും റൈറ്റ് ഹാൻഡ് തന്നെ ഉള്ളത് കേട്ടോ, നാട്ടിൽ അതേപോലെ ഉള്ളത്. ഓഹ്, നാടൻ സ്റ്റൈലാട്ടോ മൊത്തത്തിൽ. ഇവിടെ നിങ്ങളിപ്പോൾ ഈ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തും അല്ലെങ്കിൽ അറബ്സൊക്കെ കാണുമ്പോൾ എങ്ങനെ റിയാക്ഷൻ വരുന്നത്? അവർക്കൊക്കെ ഭയങ്കര സന്തോഷമാണ്. ഭയങ്കര സന്തോഷം അവർക്കൊക്കെ. അവരെല്ലാവരും ഈ അറബ്സ് കാണുമ്പോഴും വലിയ സന്തോഷമാണ്. കാരണം ഇത് ഒരു എന്തെങ്കിലും പ്രത്യേകിച്ച് ഇതൊരു വലിയ ഭയങ്കര പുതിയ മോഡലും ഭയങ്കര ഒരു പത്രാസിൻ്റെ വലിയ സാധനമല്ല. ഒരു പഴയ സാധനമാണ്, പഴയ ഒരു വണ്ടിയാണ്. പക്ഷെ അവർക്ക് അറിയാം ഇത് തുടക്കം തൊട്ട് ഉപയോഗിക്കുന്ന ആളാണ് ഇയാളെന്ന് അവർക്ക് മനസ്സിലാവും. ആ ഒരു സുഖം അവർക്കറിയാം. അല്ല, സാധാരണ 12 കൊല്ലം പഴക്കമുള്ള വണ്ടി നമുക്ക് ഡൽഹി പ്ലേറ്റ് വണ്ടികൾ കിട്ടാറുണ്ട്. പക്ഷേ ഇത്ര വൃത്തിയിലെ ഒരു 12 കൊല്ലം പഴക്കമുള്ള റേഞ്ച് റോവർ ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ നോക്കൂ, KL54 എവിടെ രജിസ്ട്രേഷൻ? എവിടെ ഇത്? മലപ്പുറംകാരെ നിങ്ങളുടെ നാട്ടിൽ തരാം. പൊന്നാനി, മലപ്പുറം. നമ്മളെ പൊന്നാനി, സ്വന്തം പൊന്നാനി കേട്ടോ. പൊന്നാനിയിലുള്ള രജിസ്ട്രേഷൻ വണ്ടിയാണ്. അപ്പോൾ ഇവിടെ മലയാളികളൊക്കെ വണ്ടി കാണുമ്പോൾ എങ്ങനെയാണ് റിയാക്ഷൻ? ഭയങ്കര സന്തോഷം അവർക്ക് നാട്ടിൽ പോയൊരു പ്രതീതിയാണ് ഇത് കാണുമ്പോൾ. പൊന്നാനി പോയൊരു പ്രതീതിയാണ്. അടിപൊളി അടിപൊളി. എല്ലാവർക്കും അറിയാം വണ്ടി. ഇപ്പോൾ ഇതിപ്പോൾ എത്ര മാസം കൊണ്ടുവന്നിട്ടിപ്പോൾ ഒരു 5 മാസം ആവാറായി. ഓക്കെ. അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് 1 വർഷം ഉപയോഗിക്കാനുള്ള പ്ലാനാണ്. ഇവിടെ ഒരു വണ്ടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് 1 year ആണ് ഉപയോഗിക്കാൻ പറ്റുന്നത്. അപ്പോൾ അത് 6 month കൊണ്ട് എക്സിറ്റ് ആവണം. പക്ഷേ എക്സിറ്റ് ആയാലും കുഴപ്പമില്ല. എന്നാലും ഒമാൻ ബോർഡർ പോയിട്ട് വരവാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. 1 year കഴിഞ്ഞാൽ നമുക്ക് നാട്ടിൽ നമുക്ക് ഒരു ചെറിയൊരു പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ ഓപ്ഷൻ കൂടി ഇതിൽ വരുന്നുണ്ട് കേട്ടോ. ഓക്കെ. പിന്നെ വേറെ കാര്യം, എന്തിനാണ് നാട്ടിലത്തെ വണ്ടി ഇവിടെ ഉപയോഗിക്കുന്നത്? അതിൻ്റെ റീസൺ നമ്പർ 1, ഒന്ന് നമുക്കിവിടെ ഫൈനും കാര്യങ്ങളൊന്നും വരുന്നില്ലല്ലോ. ഫൈനില്ല, സാലിക്കില്ല, പിന്നെ അതുപോലെ തന്നെ പാർക്കിംഗ് ഇല്ല, അങ്ങനത്തെ ഒരു കാര്യങ്ങളില്ല. ഭയങ്കര ഒരു സേഫ് ഫീൽ. നമ്മൾ ഈ ഒരു ടെൻഷൻ അടിച്ചിട്ടുള്ള ഒരു ഡ്രൈവിംഗ് ഉണ്ട് ദുബായിൽ. ഇപ്പോൾ ഞാൻ തന്നെ രാവിലെ ഇപ്പോൾ ഷാർജയിൽ നിന്ന് ഡ്രൈവ് ചെയ്ത് വരുന്നതാണ്. അപ്പോൾ നമുക്ക് ടെൻഷനാണ്. അപ്പോൾ ടെൻഷൻ ഇല്ലാത്ത ഒരു ഡ്രൈവിംഗ് ആണ് ശരിക്കും നമ്മുടെ നാട്ടിലത്തെ വണ്ടി നമ്മൾ ഇവിടെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഇടുന്നത്. ശരിയല്ല ഞാൻ പറഞ്ഞത്? വളരെ ശരിയാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ കാർ പാർക്കിങ്ങിൻ്റെ നമ്മളത് മീറ്ററിൽ ഇടുമ്പോൾ ഈ നമ്പർ അടിക്കാൻ പറ്റില്ല. ഫോണിൽ ആപ്പിലായി നമ്പർ അടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഫ്രീ ആണ്, കാർ പാർക്ക് ഫ്രീ ആണ്. സാലിക്കൊക്കെ ഫ്രീ ആണ് ശരിക്കും. നിങ്ങൾക്കല്ല ഇതിൻ്റെ ഫ്രീ. നമ്മളെ പോലെ പാവങ്ങൾ ഫ്രീ ആയിട്ട് ആയിക്കോട്ടെ. ഇങ്ങനെ ഫ്രീ എന്നായിരിക്കും ആലോചിക്കുന്നത്. ഓക്കെ. അപ്പം ഞാൻ പറഞ്ഞു വരുന്ന ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് വണ്ടികൾ നിങ്ങൾക്ക് UAE കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ വളരെ ഈസിയാണ്. ഇപ്പോഴും പറയുന്നത് വളരെ ഈസിയാണ്. ഇപ്പം ഒരുപാട് പേര് UAE വണ്ടികൾ നാട്ടിൽ കൊണ്ടുപോകുന്നുണ്ട്. നാട്ടിലേക്ക് ദുബായിൽ നിന്ന് വണ്ടി കൊണ്ടുവരുന്ന ആൾക്കാർ കാരണം നമ്മുടെ നാട്ടിലത്തെ ഒരുപാട് വണ്ടിപ്രാന്തന്മാർക്ക് ഒരുപാട് വണ്ടികൾ കാണാൻ ഓപ്ഷൻ കിട്ടുന്നുണ്ട്. പിന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇവിടുന്ന് നാട്ടിലേക്ക് വണ്ടി കൊണ്ടുപോകുന്ന ആൾക്കാരിൽ 99% ആൾക്കാരും വലിയ ജാടിയ അഹങ്കാരം സാധാരണക്കാരായിരിക്കും. എന്നുവെച്ചാൽ പൈസ ഉണ്ടാവും വന്നാലും സാധാരണക്കാരായിരിക്കും. അപ്പോൾ അവർ നാട്ടിലൊരാൾ വന്ന് അവരെ വണ്ടീൻ്റെ അടുത്ത് ഇങ്ങനെ നിന്ന് തൊട്ട് പിടിക്കുമ്പോൾ അവരൊന്നും പറയില്ല. അങ്ങനത്തെ ആൾക്കാരെ കൊണ്ടുപോകും. അല്ലാണ്ട് മനസ്സിൽ കുറച്ചൊരു അഹങ്കാരമുള്ള ആൾക്കാരാണ് ഒരിക്കലും അങ്ങനെ കൊണ്ടുപോകാൻ നിൽക്കില്ല. അപ്പോൾ ഞാൻ എൻ്റെ അനുഭവത്തിൽ പറഞ്ഞതാണ്. കാരണം ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് എൻ്റെ. ഇപ്പോൾ നമ്മളിപ്പോൾ റോഡ് പോകുമ്പോൾ പെട്ടെന്ന് ദുബായ് പ്ലേറ്റ് വണ്ടിയുണ്ട്, ഭയങ്കര ലക്ഷറി വണ്ടിയാണ്. നമ്മൾ അവിടെ പോയി ഫോട്ടോ എടുക്കുന്നു ചെയ്യുമ്പോൾ അവർക്ക് പ്രശ്നമൊന്നുമില്ല കേട്ടോ. അവർ നമ്മളെന്ത് ചെയ്യും, സപ്പോർട്ട് ചെയ്യും. അതുപോലെ തന്നെ നാട്ടിൽ നിന്ന് വണ്ടികൾ ഇനി ഇങ്ങോട്ട് വരട്ടെ. അത് അറബികളെ കാണിക്കാൻ വേണ്ടി മാത്രമല്ല. ഞാൻ 2019
പറഞ്ഞ ഒരു വേർഡ് ഉണ്ട്. എൻ്റെ ഡ്രീം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള പ്ലേറ്റ് വണ്ടികൾ ലോകം മുഴുവനും ട്രാവൽ ചെയ്യുന്ന കാണണം എന്നാണ് എൻ്റെ ഡ്രീം അല്ലേ. അപ്പോൾ അന്ന് നമ്മൾ പുറത്ത് പോകുമ്പോൾ അതിൻ്റെ കാർണേറ്റിൻ്റെ പേപ്പേഴ്സ് കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് വീഡിയോസ് ഇട്ടിരുന്നു, നാട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇട്ടിരുന്നു, ഈ ഫോർച്യൂണർ കൊണ്ടുവരുമ്പോൾ ഇട്ടിരുന്നു. ഇപ്പോഴും നമ്മൾ ആൾക്കാർക്ക് ഈ പുറത്തേക്കുള്ള എന്തെങ്കിലും ആഗ്രഹങ്ങൾ നടത്തി കൊടുക്കാൻ വേണ്ടി മെയിൽ വഴിയൊക്കെ ഒരുപാട് ആൾക്കാർ റിപ്ലൈ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് സന്തോഷമാണ്. ഇപ്പോൾ UAE പോലത്തെ ഒരു സ്ഥലത്ത് ഇവിടെ ചിലപ്പോൾ മെഴ്സിഡീസ് ഉണ്ടാവും, ചിലപ്പം BMW ഉണ്ടാവും, ചിലപ്പോൾ ഫെരാരി ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. ഈ യാർഡിൽ മുഴുവൻ വണ്ടികളുണ്ടാവും. പക്ഷെങ്കിൽ കേരള പ്ലേറ്റ് വണ്ടി ഒന്നേ ഉള്ളൂ. എസ് മലയാളി, അതാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് കേട്ടോ. ഓക്കെ, വേറെ എന്താ പറയുക, എന്താണ് ദിലീപ് നമ്മുടെ ഫോളോവേഴ്സിനോട് ദിലീപായ്ക്ക് എന്താ പറയാനുള്ളത്? എന്താണെന്ന് പറയാനുള്ളത്, നമ്മുടെ ഫോളോവേഴ്സൊക്കെ വണ്ടി ഭ്രാന്തന്മാരാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ വണ്ടിയെ സ്നേഹിക്കുന്ന മനുഷ്യന്മാരാണ് നമ്മളെല്ലാവരും. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട വണ്ടി, അതിൻ്റെ വിലയോ അതിൻ്റെ എന്താ വേണ്ടത് പ്രായമോ ഒന്നുമല്ല പ്രശ്നം, നമ്മളത് സ്നേഹിച്ച് അതിനെ കൊണ്ടുനടക്കുക. അതാണ് ഉദാഹരണം. ഞങ്ങൾ ആക്ച്വലി മീറ്റ് ചെയ്ത് ഞങ്ങളൊരു യാത്രയുടെ കാര്യം സംസാരിക്കണം മീറ്റ് ചെയ്തത്. അപ്പോൾ നമ്മളൊരു ട്രിപ്പ് നമ്മൾ ഒരുമിച്ച് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് ഡിസ്കസ് ചെയ്യാൻ വന്നത്. അപ്പോഴാണ് എനിക്ക് തോന്നുന്നത് ഇത് നല്ലൊരു കണ്ടൻറ്റാണ്. ഒന്നാമത് ഒരു കേരള എന്നുള്ളൊരു പ്ലേറ്റ്, രണ്ടാമത് 005 എൻ്റെ ഫേവറേറ്റ് നമ്പർ, പിന്നെ നമ്മുടെ നാട്ടിലത്തെ ഒരു വണ്ടി അല്ലേ, ആൾക്കാർക്കൊരു മോട്ടിവേഷൻ ആയിട്ടെന്നേ. അപ്പോൾ ഇവരെപ്പോലുള്ള ആൾക്കാർ കൊണ്ടുവരുമ്പോൾ അത് കണ്ട് മറ്റുള്ളവർക്ക് ഇൻസ്പയർ ചെയ്ത് നമുക്കും കൂടി കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹം വരും. വണ്ടികൾ വരട്ടെ. നിങ്ങളിവിടെ ഒരു വണ്ടി എടുത്ത് ഒരു കൊല്ലം ഉപയോഗിക്കുന്നതിൻ്റെ പകുതി ചിലവേ ഉള്ളൂ നാട്ടിൽ നിന്നൊരു വണ്ടി കൊണ്ടുവന്നിട്ട് ഉപയോഗിക്കാൻ. അപ്പം അതിപ്പം നല്ല വണ്ടി വേണമെന്ന് നിർബന്ധം, അൾട്ടോ ആണെങ്കിലും സ്വിഫ്റ്റോ ആണെങ്കിലും ഇനിയിപ്പം ചെറിയ കുഞ്ഞു വണ്ടികളാണെങ്കിലും നാനോ ആണെങ്കിലും കൊണ്ടുപോകാൻ നിങ്ങൾ ഉപയോഗിക്കുക കേട്ടോ. ഹാപ്പി ആയിട്ട് നിൽക്കുക. ഓക്കെ, അത്രയല്ലേ ഉള്ളൂ ദിലീപ് ഭായ്. എല്ലാവരും ബായ് പറഞ്ഞു. എല്ലാവരും ബായ്. നമ്മളിത് കൊണ്ടുവന്നത് ഉപയോഗിക്കാനാണ്. മിനിമം ഒരു കൊല്ലെങ്കിലും ദുബായിൽ ഉപയോഗിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ നാട്ടിലേക്ക് കൊണ്ടുപോകും. നാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ ചിലപ്പം അവിടുത്തെ പുതിയ ജീവകണ്ട് കൊണ്ടുവരാനും ചാൻസും ഉണ്ട്. ഇപ്പൊ സുഖം പിടിച്ച് ഇവർ വണ്ടി സുഖം പിടിച്ച്. കാരണം വെച്ചാൽ എൻ്റെ മക്കളും ആ അഭിപ്രായക്കാരാണ്. എൻ്റെ മൂത്ത മോനാണ് ഇതിൻ്റെ ഐഡിയ ഒക്കെ. അപ്പോൾ നമ്മൾ നാട്ടിൽ വരുന്ന വണ്ടി അവിടെ ഉപയോഗിക്കുന്നില്ലല്ലോ. അപ്പോൾ ഇത് കൊണ്ട് വിട്ട് കഴിഞ്ഞാൽ അടുത്ത് അത് കൊണ്ടുവരാന്നുള്ളതാണ് ഇപ്പോൾ അടുത്ത പ്ലാൻ. അപ്പോൾ ഇവിടെ എപ്പോഴും നമ്മളൊരു കേരള വണ്ടി ദുബായിലുണ്ടായി. അപ്പം ദുബായിലത്തെ ഏതെങ്കിലും വണ്ടി നാട്ടിൽ കൊണ്ടുപോകുമ്പോൾ ഉണ്ടാവും ചാൻസ് ഇല്ല, കൊണ്ടുപോകാൻ അങ്ങനെ ചാൻസ് ഇല്ല. ചിലപ്പം ഒരു വലിയൊരു സ്പെഷ്യൽ വണ്ടി ചിലപ്പോൾ ഒരു 1-2 കൊല്ലത്ത് എടുക്കാൻ ചാൻസ് ഉണ്ട്. ഇതുവരെ നിങ്ങളെപ്പോലത്തെ ആൾക്കാർ കൊണ്ടുപോകുമ്പോൾ നമ്മുടെ റിക്വസ്റ്റ് എന്ന് വെച്ചാൽ മലയാളികൾ കാണാത്ത വണ്ടികളുണ്ടാവും. അത് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു സ്പെഷ്യൽ വണ്ടി എടുക്കാനുള്ള ഒരു പ്ലാൻ ഉണ്ട്. അത് ചില ആൾക്ക് അറിയാം, ബ്രാൻഡൊന്നും ഞാൻ പറയുന്നില്ല. അത് എടുക്കുകയാണെങ്കിൽ നാട്ടുകാർക്ക് കാണാനായിട്ട് കൊണ്ടുവരണം. കാരണം നമുക്ക് പറ്റില്ല. അത് അങ്ങനത്തെ വണ്ടികൾ ഇതുവരെ നാട്ടുകാർ കാണാത്തൊരു വണ്ടിയാണ്. നാട്ടുകാർക്ക് കാണിച്ചു കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശം കൊണ്ടാണ് ചെയ്യുന്നത്. അതിൽ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ എനിക്ക് വരെ അഫോർഡ് ചെയ്യാൻ പറ്റാത്ത വണ്ടികളുണ്ട്. കോടിക്കണക്കിന് രൂപ വില വരുന്ന ചില വണ്ടികളുണ്ട്. അത്രയും എക്സ്പെൻസീവ് കാസ് ആയിരിക്കും, ചിലപ്പം ഹൈപ്പർ കാസ് ഒക്കെ ആയിരിക്കും. പക്ഷെ ഇവർക്കൊക്കെ അത് അഫോർഡ് ചെയ്യാൻ പറ്റും പുല്ല് പോലെ. ഇപ്പോൾ ഏതൊക്കെ വണ്ടിയുടെ കളക്ഷൻ ഉള്ളത്? എൻ്റെ ഈ കളക്ഷൻസ് ഉണ്ട്. ലംബോർഗിനി, ഫെറാരി, ഈ മെയിനായിട്ട് ഹൈപ്പർ കാർസ് ഉണ്ട് മെയിനായിട്ട് പോർഷെ കണ്ട. അതുകൊണ്ട് തന്നെ അപ്പോൾ ഇവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റും. അപ്പം ഇവരെ പോലത്തെ ആൾക്കാർ അത് ഇവിടുന്ന് വാങ്ങി നാട്ടിൽ കൊണ്ടുവരാമെന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലത്തെ എല്ലാവർക്കും റോഡിൽ കാണാം കേരളത്തിലൊരു വണ്ടി. അതിപ്പോൾ ഏതാണെങ്കിലും ഒരു സ്പെഷ്യൽ അല്ലേ. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും. ഓക്കെ ദിലീപ് ഭായ്, താങ്ക് യു. അപ്പോൾ വേറെന്താ പറയുക, നമ്മളെന്തായാലും ഒരു ട്രിപ്പൊക്കെ പ്ലാൻ ഉണ്ട്. ഇൻഷാല്ലാ നമ്മൾ ഉടനെ ഉണ്ടാവും. ഡീറ്റെയിൽസൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ അല്ലെങ്കിൽ യൂട്യൂബൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ട്രാവൽ സീരീസൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നല്ല വീഡിയോസ് ഉണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം. ഈ വണ്ടിയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. നിങ്ങൾ ആരെങ്കിലും ദുബൈയിലേക്ക് വണ്ടി കൊണ്ടുവരാൻ പ്ലാൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഞങ്ങൾക്ക് മെയിൽ ചെയ്യുക. നിങ്ങൾക്ക് 5 പൈസ ചിലവിലാണ് ഫ്രീ ആയിട്ട് കൺസൾട്ടേഷൻ തരുന്നതായിരിക്കും. ഏത് കൊറിയർ ടീമിനെ എടുക്കേണ്ടത്, ഏത് കാർഗോ ടീമിനെ എടുക്കേണ്ടത്, ഇവിടെ എങ്ങനെയാണ് ഇൻഷുറൻസ് എടുക്കേണ്ടത്, ഇതൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞു കേട്ടോ. ഒരുപാട് നല്ല ഏജൻസികൾ നമ്മുടെ നാട്ടിലുണ്ട്. നമ്മുടെ വണ്ടി വളരെ സേഫായിട്ട് കൊണ്ടുവന്ന് നിങ്ങളെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അവരെയൊക്കെ കണക്ട് ചെയ്തു കേട്ടോ. ഒരുപാട് പേരുണ്ട്. ഞാൻ വേണമെങ്കിൽ ഒരു നമ്പർ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. നിങ്ങളൊന്ന് വിളിച്ചു വയ്ക്കും, എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടാവാൻ ക്ലിയർ ചെയ്തു കേട്ടോ. ഓക്കെ, വേറെ എന്താ പറയുക, ഒരുപാട് നന്ദി സപ്പോർട്ട് ചെയ്യുന്നതിന്. സപ്പോർട്ട് ചെയ്ത് കൂടുന്നൊക്കെ ഒരുപാട് നല്ല വീഡിയോസ് വരാണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ ദ സപ്പോർട്ട്. ഇനിയിപ്പോൾ കാനഡ വ്ളോഗ്സ് വരാണ്ട്, ഒരു യൂറോപ്യൻ ട്രിപ്പ് വരാണ്ട്, പറ്റുവാണെങ്കിൽ ഒരു കുഞ്ഞു US ട്രിപ്പ് കൂടി വരാണ്ട് കേട്ടോ. ഓക്കെ, അടിപൊളി ട്രാവൽ വീഡിയോസുമായിട്ട് അടുത്ത എപ്പിസോഡ് കാണാം.